ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിനകത്തുള്ള എയർഫോഴ്സ് മ്യൂസിയത്തിലെ കാഴ്ചകളായിരുന്നു കാണിച്ചിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കിഡ്സ് സോണും അഡ്വഞ്ചർ പാർക്കിൻ്റെയും കാഴ്ചകളാണ്. ടൂറിസ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ട്രിവാൻഡ്രത്തെ ആക്കുളം കായലിൻ്റെ തീരത്താണ്. ഇവിടെ അകത്ത് പാർക്കിംഗ് ഇല്ല, പുറത്ത് റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്യേണ്ടത്. കാറൊക്കെ പാർക്ക് ചെയ്ത് അകത്തോട്ട് കയറുകയാണ്. എൻട്രൻസിൽ തന്നെ നല്ല രസമായിട്ട് ഒരുപാട് ഗ്രീനറീസൊക്കെ കാണാം. അപ്പം അത് ഈ ആക്കുളം ഗ്രീൻ വാലി എന്ന് പറയുന്ന അവിടെ തന്നെ അതിൻ്റെ അകത്തൊരു സെക്ഷനാണ്. അതിൻ്റെ കീഴിൽ വരുന്ന ബോൺസായി ചെടികളും അതുപോലെ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സൊക്കെ ഉണ്ട്. ഇവിടെ അകത്ത് തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ചെടികൾ വാങ്ങാനും സാധിക്കും. നേരെ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇവിടെ നിന്നും എൻട്രി ടിക്കറ്റും ചിൽഡ്രൻസ് പാർക്കിലെയും മ്യൂസിയത്തിലെ ടിക്കറ്റൊക്കെ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. ഇനി അഡ്വഞ്ചർ സോണിലെ ഫീസാണെങ്കിൽ മുകളിൽ ടിക്കറ്റ് കൗണ്ടറിലാണ് എടുക്കേണ്ടത്. ഫീസിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ സൈഡിലെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ റേറ്റും ഷിഫ്റ്റും ഉൾപ്പെടെ കാണാം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് അകത്ത് ചെല്ലുമ്പോൾ നേരെ കാണുന്നതാണ് പാർക്ക്. മ്യൂസിയത്തിൽ പോകുന്നത് ഇടത് സൈഡിലുള്ള വഴിയിൽ കൂടെയാണ്. ഇവിടെ ആദ്യം കാണുന്നത് തന്നെ ട്രെയിനാണ്, കുട്ടികൾക്കുള്ള ട്രെയിനാണ്. ഈ കാണുന്ന നടപ്പാതയിലൂടെയാണ് ട്രെയിൻ മുന്നോട്ട് പോകുന്നത്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ പലതരത്തിലുള്ള റൈഡ്സും ഊഞ്ഞാലും ഒക്കെ കാണാം. മിൽമയുടെ ഒരു ഔട്ട്ലെറ്റ് കാണുന്നുണ്ട്. കൂടാതെ പ്ലാസ്റ്റിക് വേസ്റ്റിടാൻ മുളയുടെ ഷേപ്പിൽ വേസ്റ്റ് ബോക്സ് ഒക്കെ വച്ചിട്ടുണ്ട്. ഈ കാണുന്ന സ്റ്റെപ്പ് വഴിയാണ് മുകളിലുള്ള ആക്ടിവിറ്റി സോണിൽ പോകേണ്ടത്. അവിടെ വെൽക്കം ബോർഡും ഐ ലവ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് എന്നെഴുതിയ ഒരു ഫോട്ടോ സ്പോട്ടും കാണാം. രാവിലെ 10 മുതലാണ് ആക്ടിവിറ്റി സോണിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ സൈഡിലൊക്കെ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് കാണാം. സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ അവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി സീറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലോട്ട് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഫിഷ് പെഡിക്യൂർ ആണ്. അഡൽട്സിന് 110 രൂപയും സ്റ്റുഡൻസിന് 100 രൂപയും. അതും കഴിഞ്ഞ് മുകളിലോട്ട് പോകുമ്പോഴാണ് അഡ്വഞ്ചർ സോൺ ഉള്ളത്. ആദ്യം കാണുന്നത് തന്നെ കുട്ടികൾക്കുള്ളൊരു സോഫ്റ്റ് പ്ലേ ആണ്. അതിനകത്ത് ബോൾസ് കളിക്കാനും ഓടി കളിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ സൈഡിൽ ഗ്ലാസ് ബ്രിഡ്ജ് കാണാം. അപ്പോൾ അതിപ്പോൾ വർക്കിംഗ് അല്ല. അവിടെ പിരമിഡിൻ്റെ ഷേപ്പുള്ള നല്ലൊരു ഫോട്ടോ സ്പോട്ടുണ്ട്.
ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂളും എയർഫോഴ്സിൻ്റെ മ്യൂസിയവും കാണാം. ഇവിടെയാണ് സിപ്പ് ലൈൻ തുടങ്ങുന്നത്. ഇതിൻ്റെ എൻഡിങ് ചിൽഡ്രൻസ് പാർക്കിൻ്റെ അകത്താണ്. കൂടാതെ ഷൂട്ടിംഗ് റേഞ്ചും ടൊള്ളി തിയേറ്ററും ഒക്കെ കാണാം. ഇതിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ഇവിടെ തന്നെയാണ്. കൂടാതെ മിൽമയുടെ ഒരു ഔട്ട്ലെറ്റും കൂടെ ഉണ്ട് ഇവിടെ. ഇതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി. തീർച്ചയായും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു ഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒത്തിരി സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.